ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും ചാനൽ തുടങ്ങിയിട്ട് ഒന്നും അറിയാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വ്യൂസ് കിട്ടാനും അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ എത്തിക്കാനും നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ പേരൊക്കെ ഇൻട്രോ മ്യൂസിക് കൊടുക്കാറുണ്ടല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ കൊടുക്കാൻ അറിയാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവില്ലേ, ചിലർ അറിഞ്ഞിട്ടും കൊടുക്കാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇൻട്രോ മ്യൂസിക് കൊടുക്കാൻ അറിയാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻട്രോ മ്യൂസിക് നമ്മുടെ വീഡിയോയിലും ആഡ് ചെയ്യാൻ പറ്റും. വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇൻട്രോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാൻവ എന്നൊരു ആപ്പിൽ നിന്നാണ് ഇൻട്രോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എടുക്കുന്ന ഇൻട്രോ മ്യൂസിക്കും ഉണ്ട്, അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടാകത്തില്ല ഫ്രീ ആയിട്ട് ആയതുകൊണ്ട്. അപ്പോൾ കാശ് കൊടുത്താൽ കൂടുതൽ നമുക്ക് ഇൻട്രോ മ്യൂസിക്കുകൾ കിട്ടും. നമുക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നോ രണ്ടെണ്ണം ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാൻവയിൽ നിന്ന് ഇൻട്രോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. കൂടാതെ ഞാൻ ഒരു വീഡിയോൻ്റെ ഫ്രണ്ടിലായിട്ട് ഇൻട്രോ മ്യൂസിക് ആഡ് ചെയ്തിട്ട് കാണിച്ചും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ ഇങ്ങനെയാണ് ഇൻട്രോ മ്യൂസിക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം പോരാ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം, ഞാൻ ഏകദേശം ഒരു 10-45 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്യാൻവ ആപ്പിലേക്ക് പോകാം. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും അതേപോലെ തമ്പനെയിൽ മേക്കറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് തമ്പനെയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. യൂട്യൂബ് തമ്പനെയിൽ വേണ്ടവർ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് തമ്പനെയിലിൻ്റെ മോഡലുണ്ട്. നമുക്കിതുപോലെ തന്നെ നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ പിക്ചർ മാറ്റി വേറെ പിക്ചറൊക്കെ വെച്ചിട്ട് ഇതേ സ്റ്റൈലിൽ തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ സോഷ്യൽ മീഡിയ തമ്പനെയിൽ അങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. അതിന് തൊട്ടടുത്ത വീഡിയോ ഒന്നും കണ്ടില്ല. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മോഡൽ വീഡിയോ കാണാൻ പറ്റും. അത് ഇൻട്രോ വീഡിയോസാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് മുമ്പിലായിട്ട് വരില്ലേ ഇൻട്രോ വീഡിയോ, 10 സെക്കൻഡ് 5 സെക്കൻഡ്, നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ചുരുക്കാനും പറ്റും. അപ്പോൾ ലെങ്ത് ഉള്ളത് മീഡിയം സൈസ് ലെങ്ത് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കാണുന്ന കുറേ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ടല്ലേ, ക്യാപ്പ് പോലെയുള്ളത്, അതെല്ലാം ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരുപാട് ഇൻട്രോ മ്യൂസിക്കുകളുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, വെൽക്കം ടു ഈ ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു സെക്കൻഡ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ വെൽക്കം തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും സ്പേസും കളറെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അടിയിൽ നമുക്ക് ഒരുപാട് ഇതുണ്ട്, ഫോണ്ട് സൈസൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ വേറെ വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ, പല ഇതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതന്നെ എടുക്കണമെന്നില്ല, അപ്പോൾ പലതും ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, മ്യൂസിക് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ, മ്യൂസിക്കോട് കൂടി ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മ്യൂസിക് കട്ടാക്കിയിട്ട്, മ്യൂസിക് ഇപ്പോൾ ഇതിലില്ല, കൊടുക്കുന്നില്ല, അപ്പോൾ ഇല്ലാതെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ യൂട്യൂബിൻ്റെ തന്നെ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇൻട്രോ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് അതേ ഫോണ്ടിൽ വെൽക്കത്തിൻ്റെ ഫോണ്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെൽക്കത്തിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലസ്സിൽ ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും വെൽക്കത്തിൻ്റെ. അതിൽ തന്നെ ജസ്റ്റ് അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആവേദിക പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ.
അപ്പോൾ അതേ ഫോണ്ട് സൈസിൽ നമുക്ക് കിട്ടും. അല്ല നമ്മൾ വേറെ ഇതിൽ പോയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇതേ ഫോണ്ട് വരണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇത് മായ്ച്ച് കളഞ്ഞിട്ട് നമ്മുടെ നമുക്ക് വേണ്ട ആവശ്യമുള്ള പേര് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. 2-3 തവണ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പേസ് എല്ലാം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഇതുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഇതിൽ തന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്കെല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ലെങ്ത്താവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മ്യൂസിക്കുകൾ കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയോ ക്യാഷ് കെട്ടേണ്ടി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലാതെയും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചെറിയ ഇൻട്രോ മ്യൂസിക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്, ആ മേലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആയി കിട്ടും. കണ്ടില്ല, എങ്ങനെയാണ് കേട്ടോ ഇതിൽ ഡൗൺലോഡ് ആകുന്നത്. മേലെ ഒരു ആരോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഡൗൺലോഡ് എന്ന് വരും. ഇപ്പോൾ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്താൽ ഇങ്ങനെ ഡൗൺലോഡ് ആകത്തില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഡൗൺലോഡ് വരുന്നത്. കണ്ടില്ലേ, പതുക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ സ്പീഡൊന്നും കൂട്ടാതെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സേവ് ടു ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്. ക്യാൻവ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇത് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. വേറെ ഒരു പിക്ചർ വെച്ചിട്ടുള്ളത്, നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഓരോന്ന് കാണിക്കണം എനിക്ക് സമയം ആക്കുകയല്ല. അപ്പോൾ ഞാൻ കുറേ എണ്ണം ചെയ്ത് വെച്ചാണ് കേട്ടോ. അതൊക്കെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ചെയ്ത് വെച്ചാണ്. എൻ്റെ DP തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറൊരു പിക്ചറായിരുന്നു കേട്ടോ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ടെംപ്ലേറ്റിൽ ഇഷ്ടം പോലെ അതിൻ്റെ തന്നെയാണ് കേട്ടോ. ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കിട്ടും, ഇൻട്രോ വീഡിയോസ് കിട്ടും മോഡൽ. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കൊടുത്തു വെച്ചതായിരുന്നു ഇതിലുള്ളത്. ഞാൻ സേവ് ചെയ്തത് കൊണ്ടാണ് അത് അതിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ പിക്ചർ മാറ്റിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. എൻ്റെ മോളുടെ പിക്ചറും പിന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിമും ആഡ് ചെയ്തത് അത് കാണിച്ചു തരാനാണ് കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ പിക്ചർ വയ്ക്കാൻ പറ്റും. ഞാൻ അത് വേണമെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് എല്ലാം ഡിലീറ്റും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. കണ്ടില്ലേ, സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ പിക്ചർ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും താഴെ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് പിക്ചർ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ള പിക്ചർ ആഡ് ചെയ്യും, അതേപോലത്തെ പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ആ സൈസൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും സൈസ് അങ്ങനെ ഇതാക്കാം. ആ റൗണ്ടിനകത്ത് തന്നെ വരുത്താം, അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പോ അങ്ങനെയൊക്കെ വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ കൊടുത്ത് കാണിച്ചെന്നേ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങോട്ടൊക്കെ ഇത് മാറ്റി വെൽക്കം നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ സ്ലോ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ വെൽക്കം, ഒരു പെണ്ണിങ്ങനെ സൈഡ് തിരിഞ്ഞ് നിൽക്കുന്നില്ലേ, രണ്ടാമത്തെ താഴത്തെ വീഡിയോ കേട്ടോ, സെക്കൻഡ് വണ്ണായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചത്. ഈ വീഡിയോ ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് 10 സെക്കൻഡ് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേറെ ആപ്പിൽ കൂടെ ഇട്ടിട്ട് അത് നമുക്ക് ചുരുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ പിക്ചറാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്ത് ആ പിക്ചർ ഡിലീറ്റ് ചെയ്യുക ആദ്യം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റിൻ്റെ ചിഹ്നം വരും. അപ്പോൾ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. കണ്ടില്ലേ, ഒന്നുകൂടെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ് വെൽക്കത്തിൻ്റെ. അപ്പോൾ നമുക്ക് വീണ്ടും അതിൽ ഞാൻ ചാനലിൻ്റെ നെയിം അടിച്ചു കൊടുത്താണ്. അപ്പോഴേ കണ്ടില്ലേ നിങ്ങൾ, അത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് സൈസൊക്കെ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്.
അതും കൂടെ കാണിക്കാൻ കേട്ടോ. ആ ഒരു ഡോട്ടിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ സൈസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വിഡ്ത്തും എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഏത് കോർണറിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കാം. അപ്പോൾ ഒരുപാട് ഇതുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഉള്ളത് കുറവ് എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. കാശ് കൊടുക്കാതെയില്ല നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കും കേട്ടോ, നായൻ്റെയും പിന്നെ അപ്പുറത്ത് നെയ്ത്ത് വരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ ഞാൻ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത് എന്താണ് ഇങ്ങനെ സ്ലോ എന്നൊക്കെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോയിൽ നമ്മളൊന്ന് ഇതിൽ സൗണ്ട് ഞാൻ ഇതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ആഡ് ചെയ്തിട്ടില്ല, മ്യൂസിക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ പിക്ചർ ഒന്ന് അവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ അപ്ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. എൻ്റെ മോളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഓപ്പണാക്കി അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഓപ്പണായി വരാൻ, അതുകൊണ്ടാണ്. അപ്പോൾ മ്യൂസിക് ഇത് വരുന്നത് കാണിക്കുകയാണ് കേട്ടോ, ഓഡിയോ മ്യൂസിക്. അപ്പോൾ അത് പതുക്കെ ആവുന്നുള്ളൂ. ഇൻ്റർനെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ, മ്യൂസിക് എല്ലാം ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് എടുക്കാത്തത്, മ്യൂസിക് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി പിക്ചർ സെലക്ട് ചെയ്തിട്ട് പിക്ചർ മാറ്റുന്നത് കാണിച്ചു തരാം. അപ്പോൾ പിക്ചർ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ ഇമേജ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഇമേജ് ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് വീണ്ടും താഴെ വന്നു കഴിഞ്ഞാൽ കുറേ ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് അപ്ലോഡ് എന്നുണ്ട് കേട്ടോ. വീണ്ടും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്ലോഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഞാനത് വീണ്ടും ബാക്ക് അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കണ്ടില്ലേ, നമ്മുടെ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പോഴേ ഫസ്റ്റ് കാണിച്ചില്ല ആ വീഡിയോയിൽ തന്നെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ DP ആണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ സെൻറ്ററിലേക്ക് നമുക്ക് വലിച്ച് നീട്ടി കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ആ ഇൻട്രോ മ്യൂസിക്കിൽ ഫോട്ടോ മാറ്റി നമ്മുടെ ഇൻട്രോ മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇനി ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ മ്യൂസിക് ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് മ്യൂസിക് ഇല്ലാതെയും നമുക്ക് വീഡിയോയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് മ്യൂസിക്കോട് കൂടിയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക നന്നായിട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ആ മേലത്തെ ആരോ കാണുന്നുണ്ടല്ലോ ഏറ്റവും മേലെയായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയി കിട്ടും. ഡൗൺലോഡ് കൊടുത്താൽ ഇങ്ങനെയാണ് അതൊക്കെ ഡൗൺലോഡ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗാലറിയിലോട്ട് പോയി സേവ് ആയി കിട്ടും. ഗാലറിയിലോട്ട് പോകാൻ കുറച്ച് പതുക്കെ സമയം എടുക്കുകയാണ്. അതൊന്ന് ഇതായി വരാനാണ് കേട്ടോ. എല്ലാത്തിനും ഡൗൺലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കില്ല, അതുപോലെ തന്നെയാണ് തന്നെ. അപ്പോൾ ഡൗൺലോഡായി കഴിയാനായിട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ സേവ് ആയിട്ടുണ്ട്, സേവ് ടു ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വീണ്ടും വേറൊരു ആപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഗാലറിയിൽ കണ്ടില്ലേ, ഇത് ഗാലറിയിൽ വന്നാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ എണ്ണം കൊടുത്ത് വെച്ചായിരുന്നു കേട്ടോ, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തായിരുന്നു ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി എന്ന് പറയുന്നത് YT Create എന്നൊരു ആപ്പ് ഉണ്ട് യൂട്യൂബിൻ്റെ തന്നെ. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഇൻട്രോ മ്യൂസിക് വരുന്നതെന്ന് കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. YT Create യൂട്യൂബിൻ്റെ തന്നെ ആപ്പാണ്. അതിലപ്പോൾ മ്യൂസിക് ഫ്രീ ആണ് കേട്ടോ, അല്ലാതെ കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. മറ്റുള്ള ആപ്പിനെ പോലെ കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ ഇതിൽ ഇൻട്രോ മ്യൂസിക് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നമുക്ക് കുറേ ഇൻട്രോ മ്യൂസിക് കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ്സ് കുറച്ച് കൊടുക്കാം, കാരണം ഇൻട്രോ മ്യൂസിക് ആയതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ലെങ്ത് കുറയ്ക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഞാൻ ചെറിയൊരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ മ്യൂസിക് എന്തെങ്കിലും വേണമെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സൗണ്ട് ഞാൻ മറ്റേതൊക്കെ മ്യൂട്ടായപ്പോൾ ഇതും കൂടെ മ്യൂട്ടായതാണ്. കാണിച്ചു തരാം ഒന്നുകൂടെ സൗണ്ട് കേട്ടോ. അപ്പോൾ പുറമെയുള്ള സൗണ്ട് കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും കേട്ടോ. കണ്ടില്ലേ? നമുക്ക് ആ സൗണ്ട് എത്ര വരെ വേണം അതുവരെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകട്ടോ. ഗ്രീനാണ് സൗണ്ട്. അപ്പോൾ അത് എക്സ്പോർട്ട് ആകുന്നുണ്ട്. ഇതിലും ആരോ മാർക്ക് തന്നെയാണ് മേലെ എക്സ്പോർട്ട് കാണുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആയി കിട്ടിയിട്ടുണ്ട്, ഗാലറിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും YT ക്രിയേറ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാണ് കേട്ടോ ഇൻട്രോ മ്യൂസിക്. അപ്പോൾ അടിപൊളി മ്യൂസിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി മ്യൂസിക്കോടുകൂടി കൊടുക്കാം. ഇതൊരു ചെറിയ വീഡിയോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ YT ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അടിപൊളി ആപ്പാണ് കേട്ടോ. യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ ആപ്പാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് ലൈബ്രറിയിലുള്ള മ്യൂസിക് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് വെക്കുക. നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോയിൽ ഇൻട്രോ മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ നല്ല റീച്ചിലെത്തിക്കുക. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ഓണാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇപ്പോൾ ഒന്നുകൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.